നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല. സാമ്രാജ്യത്വത്തിന്റെ മൂലധന താൽപര്യമാണ് പലസ്തീനെ സംഘർഷഭൂമിയാക്കിയതെന്ന് എളമരം കരീം MP. എഴുത്തുകാരൻ എപ്പോഴും സ്വയം നവീകരിക്കണമെന്ന് കഥാകാരൻ UK കുമാരൻ. നഗരത്തിലെ 80 വയസ്സ് കഴിഞ്ഞ പൗരപ്രമുഖരെ ആദരിച്ച് മലബാർ ഗ്രേറ്റർ ഇനീഷ്യേറ്റീവ്. സെക്യൂരിറ്റി തൊഴിലാളികളുടെ വിദഗ്ധ ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷകളിൽ ESI കാലതാമസം വരുത്തരുതെന്ന് സെക്യൂരിറ്റി സൊസൈറ്റീസ് ഓഫ് എക്സ് സർവീസ്മെൻ. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ കോഴിക്കോട്ട് പുതുവത്സര ആഘോഷങ്ങൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അയോധ്യ വിഷയത്തിൽ കേരളത്തിൽ കിടന്ന് ആരും ബഹളം വെച്ചിട്ട് കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടാണ് തന്റെ അഭിപ്രായമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാൻ ചില ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു തലവേദനയൊന്നും കോൺഗ്രസിനില്ല. കോൺഗ്രസിന് ഇൻവിറ്റേഷൻ ആരും കൊടുത്തിട്ടില്ല. കൊടുത്തത് ശ്രീമതി സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെക്കുമാണ് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. അവരതെന്ത് വേണമെന്ന് 23-ാം തീയതി വരെ സമയമുണ്ട്. അതെന്ത് വേണമെന്നുള്ള ആലോചിച്ച് തീരുമാനിക്കും. അതിനു മുമ്പ് നമ്മൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. കൃത്യമായ നിലപാട് AICCക്ക് ഉണ്ടാകും. അത് പറയേണ്ട സമയത്ത് AICC പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് നമ്മൾ ഈ കേരളത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് ആ തീരുമാനമെടുക്കും. അതുകൊണ്ടാണ് AICC പ്രത്യേകം പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ ഓരോ വ്യക്തികളല്ല അഭിപ്രായം പറയുന്നത്, പാർട്ടിയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും കോൺഗ്രസ് പ്രസിഡന്റിനും കിട്ടിയ കത്തിനെ സംബന്ധിച്ച് അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് പാർട്ടി വൈകാതെ ഒരു തീരുമാനം എടുക്കും. 23 വരെ സമയം. അതിനു മുമ്പ് നമ്മളെല്ലാവരും അഭിപ്രായങ്ങൾ പറയരുത് എന്ന് AICC കോഴിക്കോട്. സാമ്രാജ്യത്വത്തിന്റെ മൂലധന താൽപര്യമാണ് പലസ്തീനെ സംഘർഷ ഭൂമിയാക്കിയതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പലസ്തീൻ വനിതാ ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പലസ്തീൻ വനിതാ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. മുതലക്കുളത്ത് നടന്ന പരിപാടി CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. സോവിയറ്റ് യൂണിയനു കീഴിൽ ലോകം രാഷ്ട്രീയമായി സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് മുന്നേറുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ഉൾപ്പെടെ സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എണ്ണ സമ്പത്ത് ലക്ഷ്യമിട്ടാണ് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ മുതലാളിത്ത ശക്തികൾ മധ്യേഷ്യൻ രാജ്യങ്ങളെ സംഘർഷ ഭൂമിയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാഗമാണ് സമരം ശക്തിപ്പെട്ടത്, ഈ ലോക സാഹചര്യം വന്നത്. ആ ലോക സാഹചര്യത്തിൽ ലോകം മുഴുവൻ കോളനികളാക്കി വെച്ചിരുന്ന ഈ ബ്രിട്ടനും സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കും ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാനും ലോകത്തിലെ വിഭവങ്ങൾ കൈയടക്കാനും വേണ്ടി നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പലസ്തീൻ. യൂണിയൻ പ്രസിഡന്റ് PM വഹീദ അധ്യക്ഷയായിരുന്നു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ രചിച്ച പലസ്തീൻ രാജ്യം അപഹരിക്കപ്പെട്ട ജനത എന്ന പുസ്തകം എളമരം കരീം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാതയ്ക്ക് നൽകി പ്രകാശിപ്പിച്ചു. SK രാമചന്ദ്രൻ, PS ജയചന്ദ്രൻ, MK ശശി എന്നിവരും സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എഴുത്തുകാരൻ എപ്പോഴും സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണമെന്ന് കഥാകാരൻ UK കുമാരൻ. മില്ലറ്റ് പ്രചാരകനും പ്രഭാഷകനുമായ വടേക്കണ്ടി നാരായണൻ രചിച്ച ചെറുധാന്യ പെരുമ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേമഞ്ചേരി UP സ്കൂളിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. കഥാകാരൻ UK കുമാരനിൽ നിന്നും ബിനീഷ് ചേമഞ്ചേരി പുസ്തകം ഏറ്റുവാങ്ങി. ഏറ്റവും നല്ല രചനയായി മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് പോലും അത് പ്രവചിക്കാൻ സാധിക്കില്ല. നമ്മുടെ രചനയെക്കുറിച്ചുള്ള ഒരു പ്രവചനവും നടത്തുവാൻ എഴുത്തുകാരൻ ഒരിക്കൽ പോലും സാധിക്കില്ല. എഴുത്തുകാരൻ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം വളരെ സത്യസന്ധമായ രീതിയിൽ രചന നിർവഹിക്കുന്നത് മാത്രമാണ്. അവിടെ എല്ലായ്പ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്വയം നവീകരിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ. വടേക്കണ്ടി നാരായണന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ചെറുധാന്യ പെരുമ. 9 മില്ലറ്റുകളിലെയും സൂക്ഷ്മ ഘടകങ്ങളെക്കുറിച്ചുള്ള വിവരണം, ഓരോന്നിന്റെയും ആരോഗ്യ, ഔഷധ, രോഗശമന ഗുണങ്ങൾ, ഉപയോഗരീതി, മില്ലറ്റ് കൃഷി, കേരളത്തിലെ സാമൂഹ്യ ആരോഗ്യത്തിന്റെ ഭീതിതമായ അവസ്ഥ, ജീവിതശൈലി രോഗങ്ങളെ തരണം ചെയ്യാൻ ചെറുധാന്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം തുടങ്ങിയവയാണ് പുസ്തകത്തിലെ പ്രതിപാദ്യം. മില്ലറ്റ് പ്രചരണത്തിനായി വടേക്കണ്ടി നാരായണൻ ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ, മില്ലറ്റ് സോങ് എന്നിവ രചിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകനായി വിരമിച്ച വടേക്കണ്ടി നാരായണൻ പരിസ്ഥിതി പ്രവർത്തനത്തിന് സർക്കാരിന്റെ വനമിത്ര പുരസ്കാരവും ദേശീയ അധ്യാപക ഇന്നവേഷൻ പുരസ്കാരവും നേടിയിട്ടുണ്ട്. അബു ഇരിങ്ങാട്ടിരി അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരായ ഹംസ ആലുങ്ങൽ, ഹക്കീം ചോലയിൽ, മുഖ്താർ ഉദരംപൊയിൽ, മുനീർ അഗ്രഗാമി, നൌഫൽ പനങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. പേരക്ക ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ 80 വയസ്സ് കഴിഞ്ഞ പൗരപ്രമുഖരെ ആദരിച്ച് മലബാർ ഗ്രേറ്റർ ഇനീഷ്യേറ്റീവ് പുതുവത്സരം ആഘോഷിച്ചു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും വീടുകളിൽ എത്തിയാണ് പ്രമുഖരെ ആദരിച്ചത്. വ്യത്യസ്തമായ ആദരവിന് നഗരം സാക്ഷിയായി. നാടിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും യശസ്സിനും സമഗ്ര സംഭാവന നൽകിയ MT വാസുദേവൻ നായർ, MGS നാരായണൻ, PV ചന്ദ്രൻ, PK അഹമ്മദ്, ഡോക്ടർ K മൊയ്തു, TK പരീക്കുട്ടി ഹാജി എന്നിവരെയാണ് അവരുടെ വീടുകളിലെത്തി ആദരവ് നൽകിയത്. GMIയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. മേയർ ഡോക്ടർ ബീന ഫിലിപ്പും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും മൊമെന്റോയും ഷാളും അണിയിച്ചാണ് ആദരിച്ചത്. ഈ ആദരവിലൂടെ കോഴിക്കോട്ടുകാർ ആദരിക്കപ്പെട്ടെന്ന് മേയർ പറഞ്ഞു. ഒരു പൗരപ്രമുഖരെ ആദരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പൗരപ്രമുഖൻ എന്നതിനപ്പുറത്തേക്ക് ഈ കാലം മലയാള ഭാഷ മുതലത്തോളം എക്കാലവും സമയത്തെയും കാലത്തെയും പ്രദേശത്തെയും അതിജീവിച്ചുകൊണ്ട് MT എന്ന മനുഷ്യൻ്റെ കഥാപാത്രം ജീവിക്കും. ആ കഥാപാത്രത്തിലൂടെ MT അനശ്വരനാവും എന്നാണ്. PV ചന്ദ്രന്റെ വീട്ടിൽ നിന്നായിരുന്നു തുടക്കം. പിന്നാലെ ഡോക്ടർ K മൊയ്തുവിന്റെയും PK അഹമ്മദിന്റെയും വീടുകളിലെത്തി. നാലാമതായി MTയുടെ വീട്ടിലും തുടർന്ന് PK അഹമ്മദിന്റെ വീട്ടിലുമെത്തി. TK പരീക്കുട്ടി ഹാജിയുടെ വസതിയിലായിരുന്നു സമാപനം. GMI പ്രസിഡന്റ് PC റഷീദ്, അക്ബർ സാദിഖ്, AK നിഷാദ്, ജോഹർ ടാംടൺ, സനാഫ് പാലക്കണ്ടി, AP അമൽ മനാസ്, നൌഫൽ നടുവിലകം, സുബൈർ കൊളക്കാടൻ, ഉണ്ണി ഒളകര തുടങ്ങിയവർ സന്നിഹിതരായി. കർമ്മരംഗത്ത് അടയാളപ്പെടുത്തിയവരെ പുതുതലമുറ ഓർക്കാൻ കൂടിയാണ് ഈ ആദര ചടങ്ങെന്ന് GMI പ്രസിഡന്റ് PC റഷീദ് പറഞ്ഞു. ഇതിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മളിൽ മുമ്പ് കടന്നുപോയ ഒരു നഗരത്തിലെ സംരംഭകരെയും വ്യവസായ പ്രമുഖന്മാരെയും എല്ലാ മേഖലയിലും കോഴിക്കോടിന് കയ്യൊപ്പ് ചാർത്തിയ ആൾക്കാരെ ഞങ്ങൾ വരും തലമുറയിൽ ഇത് ഓർക്കണം. ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരാണ് നമ്മുടെ ടൗണിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പേരിനും സൽപ്പേരിനും മറ്റും അവരാണ് നമുക്ക് സംഭാവന നൽകിയത് എന്ന് വരും തലമുറകളെയും കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്,
ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികൾ. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പുതുവത്സര ഘോഷയാത്ര. പുതുവർഷത്തിന്റെ വരവറിയിച്ച് ആശംസകൾ നേർന്ന് ക്രിസ്മസ് പാപ്പയും കോൽക്കളി സംഘവും ബാൻഡ് വാദ്യവും അണിനിരന്നു. പൊതുജനങ്ങളും പങ്കാളികളായി. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ പുതുവത്സര ഘോഷയാത്ര നടത്തി. ഘോഷയാത്ര മാങ്കാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കാളൂർ റോഡ് വഴി ചാലപ്പുറത്തുള്ള ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം കെ മുരളീധരൻ MP നിർവഹിച്ചു. സഹകരണ മേഖലയൊക്കെ വലിയൊരു വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സഹകരണ മേഖല നമ്മുടെ ഒരു പ്രാണവായുവാണ്. കേരളത്തിലെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ചത് സഹകരണ സ്ഥാപനങ്ങളാണ്. ഒരു പ്രദേശത്ത് ഒരു സഹകരണ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ഒരു അത്താണിയാണ്. കക്ഷിരാഷ്ട്രീയമൊക്കെ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട്. എങ്കിലും എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും ഒരു പ്രചോദനമായിക്കൊണ്ട് ഈ സഹകരണ മേഖല മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല നിയമങ്ങളും അത് ഏറ്റവും അധികം ബാധിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിനെയാണ്. അത് ബാധിക്കുന്ന കേരളത്തിനെ. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KP രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് ഡയറക്ടർമാരായ K ശ്രീനിവാസൻ, NP അബ്ദുൽ ഹമീദ്, KT ബീരാൻകോയ, അഡ്വക്കേറ്റ് TM വേലായുധൻ, അബ്ദുൽ അസീസ് A, ഷിംന PS, അഡ്വക്കേറ്റ് ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. PA ജയപ്രകാശ്, ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്ഘാടന ശേഷം ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ ഫെയിം ഋതുരാജ്, സാന്ദ്ര, വൈഗ സുധീഷ്, അകൈതി, പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായകൻ ജംഷീർ കൈനിക്കര എന്നിവർ നടത്തിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെക്യൂരിറ്റി തൊഴിലാളികളുടെ വിദഗ്ധ ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള റഫറൻസിന് വേണ്ടി നൽകുന്ന അപേക്ഷകളിൽ ESI അധികൃതർ കാലതാമസം വരുത്തരുതെന്ന് യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ് സർവീസ്മെൻ സംസ്ഥാന സമ്മേളനം. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സമ്മേളന പരിപാടികൾ നടന്നു. യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ് സർവീസ്മെൻ സംസ്ഥാന സമ്മേളനം ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ധാരാളം സൊസൈറ്റികളും പ്രസ്ഥാനങ്ങളും സംഘടനകളൊക്കെ യുവസേന രൂപീകരിക്കുകയും ഉടലെടുക്കുകയും ചെയ്യുന്ന ഒന്നാണ്. നല്ല മഹത്തരമായ ലക്ഷ്യം വെച്ച് ആരംഭിച്ച പല പ്രസ്ഥാനങ്ങളും പല പല കാരണങ്ങളാൽ കിടന്നു വെച്ച് നിശ്ചലമായി പോയ അനുഭവങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വന്നേക്കാം. അതിനെല്ലാം തരണം ചെയ്ത് പിന്നിടുക എന്നതാണ് പ്രധാനം. സൊസൈറ്റി പ്രസിഡന്റ് MP സൂര്യനാരായണൻ അധ്യക്ഷത വഹിച്ചു. മുൻ പോലീസ് സൂപ്രണ്ട് N സുഭാഷ് ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സുബേദാർ മേജർ റിട്ടയർഡ് LP വസന്തൻ പരിശീലന ക്ലാസ് എടുത്തു. ഡോക്ടർ ദിവ്യശ്രീ, പ്രിൻസ്, KT അരവിന്ദാക്ഷൻ, EP മനോഹരൻ, RK വേലായുധൻ, M രാമചന്ദ്രൻ, OK മനോജ്, K രാജൻ, K ശോഭന, K ബാബു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർണ്ണാഭമായ പരിപാടികളുമായി സേവ് ഗ്രീൻ വാർഷികാഘോഷം. ഗിന്നസ് രമേശ് പറയഞ്ചേരി ഹയർ സെക്കൻഡറിയിൽ നടത്തിയ ചടങ്ങിന് തിരിതെളിയിച്ചു. വിശിഷ്ട വ്യക്തികളെയും മാധ്യമപ്രവർത്തകരെയും ആദരിച്ചു. സേവ് ഗ്രീൻ വാർഷികാഘോഷത്തിന് പറയഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മരച്ചുവട്ടിലൊരുക്കിയ ചടങ്ങിൽ ഗിന്നസ് രമേശ് സഹകരണ ദീപം തെളിയിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. കവി PK ഗോപി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MP റജുൽ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഫ്രൂട്ട്സിലൊരുക്കിയ കേക്ക് മുറിച്ച് സഹകരണ മധുരം നൽകി. പരിപാടിയിൽ ഗിന്നസ് രമേശ്, ഗുരുകുലം ബാബു, പി മുഹമ്മദ് കോയ, ഉമ്മർ കോയ ഹാജി എന്നിവരെ പ്രയത്ന രത്ന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. സേവ് ഗ്രീൻ മീഡിയ വിങ്ങിന്റെ അമരക്കാരായ സജേഷ് കെ സി, രമേശ് കെ പി, സജീവൻ മേച്ചേരി എന്നിവരും ആദരമേറ്റുവാങ്ങി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ നാരായണൻ നമ്പൂതിരി, സേവ് ഗ്രീൻ വൈസ് പ്രസിഡന്റ് മുല്ലശ്ശേരി ചന്ദ്രശേഖരൻ നായർ, സെക്രട്ടറി രാഗി രാജൻ, ഡയറക്ടർമാരായ പി പി മുകുന്ദൻ, ടി കെ ബിപിൽ കുമാർ, സജിത, നൈന മുരളി, ഐസക് ഡാനിയേൽ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയലിൽ സംഘടിപ്പിച്ച കായിക താരങ്ങളുടെ സ്നേഹസംഗമം ശ്രദ്ധേയമായി. പെരുവയലിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക താരങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് സംഗമം നടത്തിയത്. ഒട്ടേറെ കായിക താരങ്ങൾ സ്നേഹസംഗമത്തിനായി എത്തിയിരുന്നു. സംഗമത്തിൽ പ്രദേശത്ത് തന്നെയുള്ള വിവിധ ക്ലബ്ബുകളെ കോർത്തിണക്കിക്കൊണ്ട് ഫുട്ബോളിന് മാത്രമായി ഒരു ക്ലബ്ബ് രൂപീകരിക്കാനും വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും ചർച്ചകൾ നടത്തി. അതിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുവാനും തീരുമാനമായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും തീരുമാനിച്ചു. പ്രദേശത്ത് ഭാവിയിൽ ഫുട്ബോൾ എങ്ങനെ ആവണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ഒരു അഡ്വോക്ക് കമ്മിറ്റി വരെ ഉണ്ടാക്കി ഫുട്ബോളിന് പ്രദേശത്ത് വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് PK ഷഹീദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയുണ്ടായി. നാളെ പിറന്നാളായതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഫുട്ബോളിന് വേണ്ടി മാത്രം ഒരു ക്ലബ്ബ്. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് മുതൽക്കൂട്ടാവുന്ന സ്പെഷ്യൽ ക്യാമ്പുകളും പ്രത്യേക കോച്ചിങ്ങുകളും നൽകി അവരെ നല്ല കായിക താരങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളുമായി പ്രവർത്തകർ മുന്നോട്ടു പോകുന്നത്. പെരുവൽ പ്രീമിയർ ലീഗിന് ശേഷം പെരുവൽ പ്രീമിയർ ലീഗ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നു. പ്രീമിയർ ലീഗ് സീസൺ 6 വരെ എത്തി നിൽക്കുകയാണ്. ആ പ്രീമിയർ സീസൺ ലീഗ് 6-ൽ ഒരുപാട് നല്ല നല്ല മത്സരങ്ങൾ, ഒരുപാട് നല്ല നല്ല ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്താനും അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞു. അതെല്ലാം കൂടി ഒരു ആശയം കണ്ടെത്തിക്കൊണ്ട് പെരുവയിൽ ഒരു നല്ലൊരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം ഉനൈസ് അരീക്കൽ സ്നേഹസംഗമത്തിൽ സംസാരിച്ചു. ജയേഷ് ഇളവന, മജ്നു ഹംസ, നെച്ചിത്തൊടുകയിൽ PG അനൂപ്, സലീം കരിമ്പാല തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, മാവൂർ. മടവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 2022-23 വർഷത്തെ വാർഷിക പൊതുയോഗം മടവൂരിൽ നടന്നു. മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. സംഘം സാരഥികളും പ്രവർത്തകരും പങ്കെടുത്തു. മടവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ സംഘം പ്രസിഡന്റ് സൈനുദ്ദീൻ വായോളി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മുതിർന്ന ക്ഷീര കർഷകരെ ആദരിച്ചു. 10ാം വാർഡ് അംഗവും മുൻ മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രാഘവൻ അടുക്കത്ത്, മടവൂർ മൃഗാശുപത്രി വെറ്റിനറി സർജൻ ഡോക്ടർ വിക്രാന്ത്, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ അനീസ്, സംഘം സെക്രട്ടറി സുബിന P തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ കമ്മിറ്റി ഏറ്റെടുത്തതാണ്. പിന്നെ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കും, കൂടുതൽ പാലളക്കുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും.
അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MVR ക്യാൻസർ സെന്ററിൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ATM കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. ATM കൗണ്ടർ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ചൂലൂരിലെ MVR ക്യാൻസർ സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ATM കൗണ്ടർ പ്രവർത്തനം തുടങ്ങി. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സ്ഥാപക ചെയർമാനും ഡയറക്ടറുമായ CN വിജയകൃഷ്ണൻ, വൈസ് ചെയർമാൻ K ശ്രീനിവാസൻ, ഭരണസമിതി അംഗങ്ങളായ G നാരായണൻകുട്ടി മാസ്റ്റർ, NP അബ്ദുൽ ഹമീദ്, PA ജയപ്രകാശ്, ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാകേഷ് K, ലാഡർ ഡയറക്ടർ MP സാജു, MVR സെക്രട്ടറി ഡോക്ടർ NK മുഹമ്മദ് ബഷീർ, ട്രഷറർ K ജയേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല. സാമ്രാജ്യത്വത്തിന്റെ മൂലധന താൽപര്യമാണ് പലസ്തീനെ സംഘർഷഭൂമിയാക്കിയതെന്ന് എളമരം കരീം MP. എഴുത്തുകാരൻ എപ്പോഴും സ്വയം നവീകരിക്കണമെന്ന് കഥാകാരൻ UK കുമാരൻ. നഗരത്തിലെ 80 വയസ്സ് കഴിഞ്ഞ പൗരപ്രമുഖരെ ആദരിച്ച് മലബാർ ഗ്രേറ്റർ ഇനീഷ്യേറ്റീവ്. സെക്യൂരിറ്റി തൊഴിലാളികളുടെ വിദഗ്ധ ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷകളിൽ ESI കാലതാമസം വരുത്തരുതെന്ന് സെക്യൂരിറ്റി സൊസൈറ്റീസ് ഓഫ് എക്സ് സർവീസ്മെൻ. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ കോഴിക്കോട്ട് പുതുവത്സര ആഘോഷങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.